ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ത്രെഡ് നീഡിൽ. ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മളിന്ന് പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ട് എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ആദ്യം അളവും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. എനിക്ക് ഓരോ തവണയും സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ അന്നേരം അളവ് എഴുതിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഓരോ തവണയും അളവ് എഴുതി വെക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അളവൊക്കെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. ബ്ലൗസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ചിങ് അല്ല, എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ആണ്. ബ്ലൗസിന് ഞാൻ ലെങ്ത് എടുത്തേക്കുന്നത് 15 ഇഞ്ചാണ്. ബാക്കാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യാറ്. ഇപ്പം നമ്മളിവിടെ ആദ്യം സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ എംബ്രോയ്ഡറി ചെയ്തിട്ട് ബാക്ക് ചെയ്യുന്നുള്ളൂ. കാരണം സാരിയിൽ നിന്നാണ് തുണി, മെയിൻ ഫാബ്രിക് ഞാൻ സാരിയിൽ നിന്നാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ബോർഡറൊക്കെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ സൈഡ് കിട്ടണമെങ്കിൽ ആദ്യം സ്ലീവ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 10 ഇഞ്ചാണ്. താഴെ തയ്യൽ തുമ്പും കൂട്ടി തയ്യൽ തുമ്പിന് ഒരു 1/2 ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട്. അതിനുശേഷം 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പഫ് സ്ലീവും കൂടെ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മുകളിലേക്ക് ഒരു 2 ഇഞ്ച് പഫ്, അത് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യമുള്ളത് അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. എത്ര പഫിന് ഹൈറ്റ് എത്ര വേണം എന്ന് നിങ്ങൾക്ക് ഉദ്ദേശം അനുസരിച്ച് കൊടുക്കാം. 1 ഇഞ്ച് മതിയെങ്കിൽ, വളരെ കുറച്ച് പഫ് മതിയെങ്കിൽ 1 ഇഞ്ച് കൊടുക്കാം. അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ 2 ഇഞ്ച് കൊടുക്കാം. അല്ലെങ്കിൽ മൊത്തത്തിൽ പഫ് വരുന്ന ടൈപ്പ് സ്ലീവുകളുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏകദേശം കൈ മൊത്തത്തിൽ നമുക്ക് പഫ് വരുന്ന പോലുള്ള സ്ലീവുകളുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം വരുന്ന പോലെയാണ് പഫ് കൊടുത്തേക്കുന്നത്. അതുപോലെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ക്യാപ്പ്, ടാങ്ക് 2 പേര് കൊടുത്തിട്ടുണ്ട്. ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ബൈസെപ്സിൻ്റെ അവിടെ ഉള്ള അളവ്. അതുപോലെ ക്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപ്പ് ഹൈറ്റ്, ക്യാപ്പ് ഡെപ്ത് എന്നൊക്കെ നമുക്ക് പറയും. അതാണ് നമ്മുടെ ആം ഹോളിൻ്റെ അളവ്. ഈ 2 അളവും ബോഡിയിൽ നിന്ന് എടുത്തിട്ട് ലൈനിങ് ഉള്ള ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ലൂസിങ്ങും, ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ 1/2 ഇഞ്ച് ലൂസിങ്ങും നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം അത് 2ആയിട്ട് ഭാഗിക്കുക, അതായത് പകുതി എടുക്കുക. അത് ആണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ബൈസെപ്സിൻ്റെ അവിടെ എത്രയാണോ, എനിക്ക് 7.5 വേണ്ടത്. ആം ഹോളിൻ്റെ അവിടെ എനിക്ക് 9 വേണ്ടത്. പക്ഷെ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്യുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ വളച്ചാണല്ലോ ആം ഹോൾ എന്തായാലും മാർക്ക് ചെയ്ത് വരച്ചെടുക്കുന്നത്. അപ്പം ഏറ്റവും അവസാനം ആ 1/2 ഇഞ്ച് എന്തായാലും വരും. അപ്പോൾ 1/2 ഇഞ്ച് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അളന്ന് നോക്കുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. അതായത് 8.5 ഇട്ടാലും 9 കിട്ടിക്കോളും, വളച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാര്യം. അതിനുശേഷം തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ വണ്ണം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 5.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അബദ്ധങ്ങളുടെ ഘോഷയാത്ര ഇവിടെ തുടങ്ങിയാണ്. ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പാറ്റേൺ ആയിരുന്നു എനിക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. പക്ഷെ ഞാൻ ചാർട്ട് പകുതി, അതായത് മടക്കി ഞാൻ ഇടാതെയാണ് ഞാൻ മാർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാർട്ട് മടക്കി ഇട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കുക പാറ്റേണുകളെല്ലാം. അതുപോലെ തന്നെ ബൈസെപ്സ്, ആം ഹോള്, പഫ് സ്ലീവ്, പഫ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അബദ്ധങ്ങൾ ഇവിടെ തുടങ്ങിയാണ്. അപ്പോൾ ആദ്യമേ പറ്റിയ അബദ്ധം കണ്ടല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവ് മാർക്ക് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് അളവെടുക്കുന്നത്, സ്ലീവ് മാർക്ക് ചെയ്യുന്നതൊക്കെ. എല്ലാവരും അവരവരുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ഈ ക്യാപ്പ് ഹൈറ്റും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ കറക്റ്റ് ഫിറ്റിങ് വരത്തില്ല. ഞാനിത് ഒരുപാട് തവണ ചെയ്ത് നോക്കിയിട്ടാണ് എനിക്കും ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നിയത്. കറക്റ്റ് ആം ഹോളിൻ്റെ ഫിറ്റിങ് കറക്റ്റായിരിക്കും, ചുളിവോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ പഫ് മാർക്ക് ചെയ്യാനായിട്ട് മുകളിൽ നമ്മൾ 2 ഇഞ്ച് ഹൈറ്റ് കൊടുത്തിരുന്നു. ആ ഹൈറ്റിൻ്റെ അവിടെ സാധാരണ നമ്മൾ മുകളിൽ സ്ലീവ് എങ്ങനെയാണ് മാർക്ക് ചെയ്തത് അതുപോലെ ഒരു കർവ് ഷേപ്പ് ആ ബോക്സിനകത്ത് 2 ഇഞ്ച് വീതി 2 ഇഞ്ച് ഹൈറ്റുമാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതിനകത്തായിട്ട് ഞാനൊരു കർവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്ലീവ് കട്ട് ചെയ്യാൻ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയുക. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായൊന്ന് പറയുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒരു ഊഹത്തിനനുസരിച്ച് ക്യാപ്പ് ഹൈറ്റ് കൊടുത്ത് സ്ലീവ് കട്ട് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് വരുന്നുണ്ടോ നിങ്ങൾക്ക് ആം ഹോളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് എങ്ങനെയാണ്
തുണിയിൽ മെയിൻ ഫാബ്രിക്കിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ സെറ്റ് സാരിയാണ് എടുത്തേക്കുന്നത്. സാധാരണ ഞാൻ സാരിയിൽ നിന്ന് തുണി അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന ഒരാളല്ല, പക്ഷെ ഇത് അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതായത് വീതിയല്ല, നീളമുണ്ട്. നീളമാണോ വീതിയാണോ എന്തായാലും ഉള്ളത് കൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റാമെന്ന് കരുതി. കാരണം ഉടുക്കുമ്പോഴും സെറ്റ് സാരി ആയതുകൊണ്ട് ഒതുങ്ങിയിരിക്കത്തില്ല, ഒരുപാട് അങ്ങ് തുണി ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ആ പാറ്റേൺ വെച്ചിട്ട് സൈഡിലൊന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ അബദ്ധം ഇവിടാണ് പറ്റിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ട് മനസ്സിലായോ എന്താണ് അബദ്ധം? എനിക്ക് തോന്നുന്നു ക്യാമറയിൽ അത് കാണുന്നില്ല, കറക്റ്റായിട്ട് ക്ലിയർ അല്ല. എന്തായാലും ഞാൻ രണ്ട് സൈഡും ഈ പാറ്റേൺ ഉപയോഗിച്ചിട്ട് രണ്ട് ബോർഡറും കിട്ടുന്ന രീതിയിൽ രണ്ട് സൈഡിലും ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ. കാരണം എനിക്ക് ബോർഡർ സ്ലീവിൽ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ പാറ്റേൺ ആദ്യമേ സ്ലീവിൻ്റെ പാറ്റേൺ ഞാൻ കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്കല്ല ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടോ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. സെറ്റ് സാരി ആയതുകൊണ്ട് ബാക്കി എല്ലാ പാർട്ടും പ്ലെയിൻ ആണല്ലോ, അപ്പോൾ സ്ലീവിൻ്റെ അവിടെ ഒരു ബോർഡർ വരുന്നത് നല്ലതായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ രണ്ട് സൈഡ് ഞാൻ രണ്ട് സ്ലീവിനേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈ പാറ്റേൺ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് എംബ്രോയ്ഡറി ചെയ്തെടുക്കാമെന്നാണ്. ഞാനിപ്പോൾ അതിൽ ഹൂപ്പ് ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ തയ്യൽ തുമ്പിനകത്ത് എംബ്രോയ്ഡറി ചെയ്തിട്ട് എന്തായാലും കാര്യമില്ലല്ലോ. തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം തയ്യൽ തുമ്പിന് പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചും കൂടെ ഒക്കെ വിട്ടിട്ട്, അതായത് നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തയ്യൽ തുമ്പിന് ശേഷം വീണ്ടും ഒരു 1/2 ഇഞ്ചും കൂടെ പുറത്തേക്ക് വിട്ടിട്ട് വേണം എംബ്രോയ്ഡറി ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം അത് ബുദ്ധിമുട്ട് വരരുത്. അപ്പോൾ രണ്ടാമത്തെ അബദ്ധം കണ്ട് ഇപ്പോഴാണ് സംഭവിച്ചത്. കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഉള്ളിലാണ് മാർക്ക് ചെയ്തെടുത്തത് സ്ലീവിൻ്റെ അളവ്. അത് ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ത്രെഡ് വർക്ക് ആയതുകൊണ്ട് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാവത്തുമില്ല അകവും പുറവും. ഞാൻ തിരിച്ചെന്തായാലും ഇട്ട് റിഞ്ഞ് മുറുക്കിയെടുത്തപ്പോഴാണ് സംഭവം എനിക്ക് മനസ്സിലായത്. എന്തായാലും അന്നേരം മനസ്സിലായത് എന്തായാലും കാര്യമായി. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടായിരുന്നെങ്കിൽ കുറേ പാടുപെട്ടാനെ. എന്തായാലും ഞാനതൊന്ന് ഒന്നേന്ന് ഇപ്പുറത്തെ സൈഡിലൊന്ന് ഓപ്പോസിറ്റ് സൈഡിലെല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്ത് റിങ്ങിട്ട് നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, തുണി വലിഞ്ഞ് നിൽക്കാതെ, ഇല്ലെങ്കിൽ തുണി ചുളുങ്ങിപ്പോവും. പ്രത്യേകിച്ച് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്യുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ആണെങ്കിലും ആരി വർക്ക് ആണെങ്കിലും തുണി നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ആരി വർക്കിൽ പ്രത്യേകിച്ച് തുണി നല്ലപോലെ ടൈറ്റ് ആയില്ലെങ്കിൽ നമ്മൾ സൂചി കുത്തിയെടുക്കുമ്പോൾ തുണിയുടെ നൂല് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. തുണി വലിഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, റിങ്ങിലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മെഷീൻ്റെ സപ്പോർട്ടിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ലീവിൻ്റെ അടിയിലത്തെ ഡിസൈൻ ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല, താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 വിട്ട് ആയിരിക്കും നമ്മൾ ആ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഡയഗണലായിട്ട് 1 വിട്ട് ചെയ്ത് കൊടുക്കുക. അതായത് മുത്തുകൾ ഡിസൈനുകൾ ചെയ്ത് കൊടുക്കുന്ന മുത്തുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ഇഞ്ച് ആയിരിക്കും. 4 ഇഞ്ച് ഗ്യാപ്പിലുള്ള ഡിസൈനുകളായിരിക്കും, ചെറിയ ചെറിയ ഡിസൈനുകളായിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആ മാർക്ക് ചെയ്തേക്കുന്ന കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. 2 ഇഞ്ചിൽ ആദ്യം മാർക്ക് ചെയ്യുക, അതിനുശേഷം 1 വിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എംബ്രോയ്ഡറി വളരെ സിമ്പിളാണ്. മെയിനായിട്ട് ഇതെങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൗണ്ട് ബീഡും ഷുഗർ ബീഡും എടുത്തിട്ടുണ്ട്. അത് റൗണ്ട് ബീഡും ഷുഗർ ബീഡും സൂചിയിൽ കോർത്തെടുത്തിട്ട് ഒന്ന് ചരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരെയല്ല, ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ഒരു വി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നടുഭാഗത്തും മുകളിലേക്ക്, അതായത് 3 എന്താ പറയുക, മഴത്തുള്ളി പോലൊക്കെ എന്ന് പറയത്തില്ലേ, അതുപോലെ വി പോലെ ഒരു ഡിസൈനും മുകളിൽ ഒരെണ്ണം, 3 സെറ്റായിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് പ്രത്യേകിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് സിംപ്ലിസിറ്റി കൂടിപ്പോയെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ.
അധികം അങ്ങ് എംബ്രോയ്ഡറി കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ചെറിയൊരു രീതിയിൽ കൊടുത്തത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ പാറ്റേൺ എങ്ങനെ ട്രേസ് ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം സഹായിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആരി വർക്കൊക്കെ കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാം. നമ്മൾ ആരി വർക്കിൻ്റെ ക്ലാസ് അല്ല, നമ്മളൊരു മോട്ടിവേഷൻ പോലെ ഒരു ഡെയിലി കുറച്ച് നേരം നമ്മൾ ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന രീതിയിൽ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. ഷോർട്സിൽ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 3 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 4 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെ ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, ഇതുവരെ ആ ഒരു മടി കാരണം നിങ്ങൾ ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ. നമ്മൾ സീരീസ് ആയിട്ട് ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം, ഒരു 30 മിനിറ്റ്, ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് മെനക്കെട്ടാൽ മതി. നമുക്ക് ആരി വർക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. ഞാനും ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, 4 ദിവസമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഷോർട്സ് ഒന്ന് നോക്കുക, എൻ്റെ ചാനലൊന്ന് നോക്കുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ ഞാനിത് ക്ലോസപ്പിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്തതെന്ന്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം. എന്നാലും വീണ്ടും ഒന്നുകൂടെ ഒന്ന് കാണിക്കുകയാണ്. അതുപോലെ ആരി വർക്കിൽ നമ്മൾ ഇട്ടേക്കുന്ന ഷോർട്സുകൾ നിങ്ങൾക്ക് ലോങ് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ലോങ് വീഡിയോ ക്ലാസ്സുകൾ ഒരുപാട് യൂട്യൂബിലുണ്ട്. അപ്പോൾ ഞാനും പഠിക്കുന്നേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞു തരാനായിട്ട് അധികം എനിക്ക് അറിയത്തില്ല. പക്ഷേ ലോങ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യാം. അല്ലെങ്കിൽ 3-4 ദിവസം കൂടുമ്പോൾ അത്രയും നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണോ അത് ചേർത്തിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. എന്തായാലും താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പാറ്റേൺ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് തുണിയിൽ മാർക്ക് ചെയ്യാമെന്നും. നിങ്ങൾ തുണിയിൽ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ റിങ്ങിലിട്ട് കൊടുക്കാവൂ. കാരണം ഇല്ലെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വലിച്ച് വെക്കുമ്പോഴത്തേക്ക് ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അത് വരാതിരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു റിങ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ഇത് മൊത്തത്തിലൊന്ന് ചെയ്തെടുത്തത്. വലിയ റിങ് ആണെങ്കിൽ ആ ബുദ്ധിമുട്ട് വരത്തില്ല. അതുപോലെ ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ ആദ്യമേ വാങ്ങിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ചെറിയ റിങ് വാങ്ങിക്കുക. ഞാനൊരു 70 രൂപയുടെ ഒരു റിങ് ആയിരുന്നു വാങ്ങിച്ചത്. അങ്ങനെ ഒരു റിങ് വാങ്ങിക്കുക. 13-ഓ 14-ഓ സൈസിലുള്ള ഒരു നീഡിൽ വാങ്ങിക്കുക. പിന്നെ മെഷീൻ ത്രെഡ് എന്തായാലും നിങ്ങളുടെ വീട്ടിൽ, എല്ലാവരുടെയും വീട്ടിൽ, തയ്യൽ ചെയ്യുന്നവരുടെ വീട്ടിൽ മെഷീൻ ത്രെഡ് ഉണ്ടായിരിക്കും. മെഷീൻ ത്രെഡ് മതി ആദ്യം ചെയ്തെടുക്കാനായിട്ട്. സിൽക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ മെഷീൻ ത്രെഡിലാണ് ചെയ്ത് പഠിക്കുന്നത്. സിൽക്ക് ത്രെഡ് ഞാൻ ചെയ്ത് നോക്കി. നമുക്ക് മെഷീൻ ത്രെഡിൽ കുറച്ചുകൂടെ എളുപ്പം ചെയ്യാൻ പറ്റും. ചെയ്ത് പഠിക്കാൻ അത് തന്നെയാണ് എളുപ്പം. അതിനുശേഷം ഇടയ്ക്ക് സിൽക്ക് ത്രെഡിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതും ഒരു ശീലം വരണം, അതിനു വേണ്ടി മാത്രം. അപ്പം ഞാനിത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കിൽ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പാറ്റേൺ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം പാറ്റേൺ മാർക്ക് ചെയ്താലേ നമുക്ക് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. തുണിയിൽ മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ലൈനിങ്ങിലാണെങ്കിലും മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ തുണി ലൈനിങ് എടുത്ത് വെച്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. പാറ്റേൺ ആകുമ്പോൾ നമുക്ക് പിന്നെയും ഉപയോഗിക്കാം. കുറച്ചുകൂടെ ഒന്ന് ഒതുക്കോ ഒരു കട്ടിയൊക്കെ ഉണ്ടായിരിക്കും. ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ഒക്കെ കട്ട് ചെയ്തെടുക്കാമെങ്കിൽ. അപ്പോൾ എനിക്കിവിടെ 15 ഇഞ്ച് ലെങ്ത്താണ് ബാക്കിൽ വേണ്ടത്. 15 ഇഞ്ചിന് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 16 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഹൈറ്റ്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ, നെക്ക് വിഡ്ത്ത് കാര്യങ്ങളെല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ പ്രിൻസസ് കട്ടിൽ കുറച്ച് ഡീപ്പ് നെക്കായിട്ടുള്ളൊരു ബ്ലൗസാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോൾഡർ ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ റെഡി ഷോൾഡർ, അതായത് ഷോൾഡർ ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 3 മുതൽ 4.5 വരെ വീതി വരേണ്ട ഒരു ഷോൾഡർ ആണെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ 2ആയിട്ട് ഭാഗിച്ചതിന് ശേഷം അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കുക. അതായത് എനിക്കിവിടെ 7.5 വേണ്ടത്. എൻ്റെ ഫുൾ ഷോൾഡർ 15 ആണ്, പകുതി 7.5.
അപ്പോൾ എനിക്കിവിടെ റെഡി ഷോൾഡർ 3 ഇഞ്ചാണ് വേണ്ടത്, അതായത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 3 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 1.5 ഇഞ്ച് കുറച്ചു, 7.5-ൽ നിന്ന് 6 ഇഞ്ച്. ആ 6 ഇഞ്ചാണ് ഞാൻ ഷോൾഡറിൽ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്ന താഴ്ന്ന് എനിക്ക് മുകളിലേക്ക് ഹുക്ക് വെക്കുന്ന ഭാഗം എത്ര വേണം എന്ന് ഞാൻ മനസ്സിലാക്കുക. ഞാനിവിടെ ഒരു 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആ 5 ഇഞ്ച് കൊടുത്തത് അതിൽ ബാക്കി എത്രയുണ്ടോ അതായിരിക്കും എൻ്റെ നെക്കിൻ്റെ ഡെപ്ത്ത്. അതായത് മൊത്തം നമ്മൾ 15 ഇഞ്ചാണ് കൊടുത്തത്. 5 ഇഞ്ച് താഴ്ന്ന് മുകളിലേക്ക് ഹുക്കിനുള്ളത് കൊടുക്കുന്നുണ്ട്. ബാക്കി 10 ഇഞ്ചാണല്ലോ, അപ്പോൾ നെക്കിൻ്റെ ഡെപ്ത്ത് 10 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് 10 ഇഞ്ച് വേണം, 11 ഇഞ്ച് വേണം, 12 ഇഞ്ച് വേണം, അല്ലെങ്കിൽ 9 മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്തും 3 ഇഞ്ച്, അതായത് റെഡി ഷോൾഡർ 3 ഇഞ്ചാണല്ലോ എനിക്ക് വേണ്ടത്. അതിന് ശേഷം എത്ര വരുന്നുണ്ടോ അതായിരിക്കും നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ ക്യാൻവാസ് ഉപയോഗിച്ചായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും നെക്കിൻ്റെ ഭാഗത്ത് ഞാൻ കൊടുക്കുന്നില്ല. 3 ഇഞ്ച് തന്നെയായിരിക്കും നെക്ക് വിഡ്ത്ത് വരുന്നത്. നിങ്ങൾ ക്യാൻവാസ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പും കൂടെ കൊടുക്കണം, മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാർക്ക് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അതുപോലെ ഇതിന് മുന്നേ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരിക്കലും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാറില്ല. ബ്ലൗസിൻ്റെ കാര്യത്തിൽ എപ്പോഴും നെക്കിൻ്റെ സൈഡിലേക്കാണ് ഞാൻ സ്ലോപ്പ് കൊടുക്കാറ്. ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക. നെക്കിൻ്റെ സൈഡിലേക്ക് ഒന്ന് സ്ലോപ്പ് കൊടുത്ത് നോക്കുക. നെക്കിൻ്റെ ഫിറ്റിങ് പെർഫെക്റ്റായിട്ട് വരും. നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് ഒരിക്കലും ഊരിപ്പോകുന്ന പ്രശ്നം വരത്തില്ല. നെക്കിൻ്റെ സൈഡിൽ ചുളിവ് വരത്തില്ല. പ്രത്യേകിച്ച് ഇതുപോലെ ഡീപ്പ് നെക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒട്ടും ചുളിവുകൾ വരത്തില്ല. കൈ പൊക്കുമ്പോൾ ഉള്ള ചുളിവുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ബ്ലൗസ് ഇടുമ്പോൾ അറിയാം സൈഡിലൊക്കെ ഒരുപാട് ചുളിവ് വരുന്നത്. അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കണം. ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ആദ്യം 6.5 ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞാൻ 6.5 കൊടുത്തു. അതിനുശേഷം ചെസ്റ്റ് നമ്മുടെ വീതി എന്താണോ അതൊക്കെ മാർക്ക് ചെയ്തു. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്ക് നല്ല ഡീപ്പായിട്ടാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ബാക്കിൽ ചെസ്റ്റിൻ്റെ അവിടെ ലൂസിങ് കൊടുക്കാൻ പാടില്ല. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് വീതി അല്ലെങ്കിൽ ചെസ്റ്റ് അളവ് വരുന്നത് അത് 4ആയിട്ട് ഭാഗിച്ച് അങ്ങനെ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ലൂസിങ് ആഡ് ചെയ്യരുത്. കാരണം ഡീപ്പ് നെക്ക് ആയതുകൊണ്ടാണ് പറയുന്നത്. ഡീപ്പ് നെക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ല, ലൂസിങ് കൊടുക്കാം. അതായത് 1/4 ഇഞ്ച് വരെ ലൂസിങ് കൊടുക്കാം ലൈനിങ് ഉള്ള ബ്ലൗസിന്. ഇതിപ്പം ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് ലൂസിങ് ഒന്നും കൊടുക്കുന്നില്ല. 9 ഇഞ്ച് അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 6.5 മാർക്ക് ചെയ്തു. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. ചെസ്റ്റ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഞാനത് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആം ഹോൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് ഇതുവരെ അറിയാത്തവരുണ്ടോ? സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റുള്ള ആ പോയിൻറ്റും ചെസ്റ്റ് ലൈനിലും ആം ഹോൾ കർവ് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് പുറത്തോട്ട് ചരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം അത് റൗണ്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ബോഡിയിൽ നിന്ന് എടുത്ത് മെഷർമെൻറ്റിൻ്റെ പകുതി 1 ഇഞ്ച് ലൂസിങ്ങും കൊടുത്തതിന് ശേഷമുള്ള പകുതി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനിവിടെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. എനിക്ക് ഒരുപാട് തവണ ചെയ്ത് നോക്കിയിട്ടാണ് ഞാനിങ്ങനെ തയ്യൽ തുമ്പ് വെച്ച് തന്നെയായിരുന്നു ആദ്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ തയ്യൽ തുമ്പ് ഇല്ലാണ്ടാണ് അളവ് നോക്കുന്നത്. അപ്പോൾ അളവ് നോക്കിയപ്പോൾ എനിക്ക് 8.25 വന്നത്. 9 എനിക്ക് വേണ്ടത്. അപ്പോൾ ഒരു 3/4 ഇഞ്ചിൻ്റെ കുറവ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 3/4 ഇഞ്ച് എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാമല്ലോ, താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെയിം എല്ലായിടത്തും കുറവ് വന്നാൽ താഴോട്ട് മാർക്ക് ചെയ്യുക, കൂടുതൽ വന്നാൽ മേലോട്ട് എത്രയാണോ കുറവ് വന്നത് അത്. അപ്പോൾ 3/4 ഇഞ്ച് ഞാൻ താഴോട്ട് മാർക്ക് ചെയ്തിട്ട് വീണ്ടും 1 ആദ്യം ചെയ്തതുപോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്യുക, ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക, ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് കർവ് മാർക്ക് ചെയ്തെടുക്കുക. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെങ്കിൽ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ എളുപ്പമാണ് ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട്. ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റ് അത്യാവശ്യം നല്ലപോലെ നിങ്ങൾ അളവെടുത്ത് നോക്കുക. ടൈറ്റായിട്ട് പിടിക്കരുത് ആം ഹോൾ മെഷർമെൻറ്റ് എടുക്കുമ്പം. കണ്ടോ, കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് 9 കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലൈനിങ് ഉള്ള ബ്ലൗസ് ആകുമ്പോൾ 1 ഇഞ്ചാണ് ലൂസിങ് എടുക്കേണ്ടത്. അതുപോലെ വേസ്റ്റിൻ്റെ അവിടെ സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലൂസിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വേസ്റ്റ് എത്രയാണോ
അത് പകുതി മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് ഞാൻ ടക്സിന് വേണ്ടി മാർക്ക് ചെയ്തുകൊണ്ട് ടക്സ് കൊടുക്കുന്നുണ്ട്. ടക്സിന് വേണ്ടി 1/4 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി ആ ടക്സ് മാർക്ക് ചെയ്ത പോയിൻറ്റും ചെസ്റ്റ് മുകളിൽ കൊടുത്ത ചെസ്റ്റ് ലൈനിൻ്റെ പോയിൻറ്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതുപോലെ തയ്യൽ തുമ്പും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ടക്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഫിറ്റിംഗ് അകത്ത് എത്രയാണോ നമ്മൾ വേസ്റ്റ് കൊടുത്തത് അതിൻ്റെ പകുതി എടുത്ത് അവിടെ ടക്സ് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നെക്ക് ഒരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3 ഇഞ്ച് വീതിയും 10 ഇഞ്ച് ഇറക്കത്തിനും ഉള്ള ഒരു ബോക്സ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഔട്ട്ലൈൻ പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്കെയിലും വെച്ച് കൊടുത്തു. അതിനുശേഷം ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. കാരണം വി നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കൺജസ്റ്റഡ് ആയി പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് കർവ് ചെയ്ത് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടക്സ് മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സെൻറ്റർ ഏറ്റവും താഴെ ഭാഗത്ത് വേസ്റ്റിൻ്റെ ഉള്ളിൽ തയ്യൽ തുമ്പിനകത്ത് എത്ര ഉണ്ടോ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അവിടുന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ചാണ് ഞാൻ ടക്സിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാം. 3 ഇഞ്ച് കൊടുക്കാം, 4 ഇഞ്ച്, അതിൽ കൂടുതൽ കൊടുക്കരുത്. കാരണം നമ്മൾ 5 ഇഞ്ചാണ് ബാക്കിൽ ഹുക്ക് വെക്കാനുള്ള ഹൈറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കരുത്. അതുപോലെ 1/4 ഇഞ്ചാണ് നമ്മൾ ടക്സിന് വേണ്ടി കൊടുത്തത്. 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും വെച്ച് ലൈനിൻ്റെ 2 സൈഡിലും മാർക്ക് ചെയ്തെടുക്കുക. അതിപ്പോൾ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ചാർട്ട് പേപ്പറിൽ ടക്സിൻ്റെ മാർക്കിങ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനിയിപ്പോൾ തുണിയിൽ ഞാനിപ്പോൾ ഈ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചായിരിക്കും കട്ട് ചെയ്തെടുക്കുന്നത്. അന്നേരം എനിക്ക് ടക്സിൻ്റെ കാര്യം കാണിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്കിത് മെയിൻ ഫാബ്രിക്കിൽ വെച്ചൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ആം ഹോൾ വരച്ചതൊന്നും മാറിപ്പോവരുത്. കറക്റ്റായിട്ടുള്ളത് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് തുണിയുടെ മെയിൻ പാർട്ടിൽ നേരത്തെ പോലുള്ള അബദ്ധം പറ്റരുത്. എന്നാലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിപ്പം ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ അബദ്ധം എന്താണെന്ന്. എല്ലാവർക്കും പറ്റുന്നതൊക്കെ തന്നെയാണല്ലോ. മെയിനായിട്ട് ഒരു സെറ്റ് സാരി ആയതുകൊണ്ട് ആണ് ആദ്യത്തെ സ്ലീവിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് അബദ്ധം പറ്റിയത്. ഇപ്പം പറ്റിയ അബദ്ധം എനിക്ക് എപ്പോഴും പറ്റുന്നതാണ്. എന്തായാലും ഞാനിതെല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് നേരെ ചൊവ്വ ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു ഫ്ലാസ്ക് ഒക്കെ എടുത്ത് മണ്ടേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അബദ്ധം നമ്പർ 2 ഇതാണ്. തയ്യൽ തുമ്പ്, ഹുക്കിനുള്ള തയ്യൽ തുമ്പ് ഞാൻ ചാർട്ട് പേപ്പറിൽ കൊടുത്തില്ല. അത് പക്ഷേ കൊടുക്കേണ്ട കാര്യമില്ല. ചാർട്ട് പേപ്പർ ഏത് രീതിയിലും നമുക്ക് മുന്നോട്ട് ഉപയോഗിക്കാം. ഹുക്ക് ഫ്രണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് തയ്യൽ തുമ്പ് നേരത്തെ കൊടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ ചാർട്ട് പേപ്പർ രണ്ടാമത്തെ ലെഫ്റ്റും റൈറ്റും മാറിപ്പോയത് തിരിച്ചിട്ടിട്ട് വേണം റൈറ്റ് മാർക്ക് ചെയ്യാനായിട്ട്. ലെഫ്റ്റും റൈറ്റും തിരിച്ചും മറിച്ചും മിറർ ഇമേജ് പോലെ തന്നെ മാർക്ക് ചെയ്യണം. സെയിമായിട്ട് ഒരിക്കലും മാർക്ക് ചെയ്ത് വെക്കരുത്. ആ അബദ്ധം ആരും കാണിക്കരുത്. അതൊരു വല്ലാത്ത അബദ്ധമായിപ്പോവും. ഓക്കെ, അപ്പോൾ മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടാണ് വന്നേക്കുന്നത്. 10 ഇഞ്ചെന്ന് പറയുമ്പം ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണെന്ന്. ഇതിന് ശേഷം സൈഡിലുള്ള ഫിറ്റിംഗ് ലൈനും ഷോൾഡറിൻ്റെ അവിടെയുള്ള 1/2 ഇഞ്ചിൻ്റെ ജോയിൻറ്റിൻ്റെ ലൈനും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. കാരണം അറിയാമല്ലോ ആ ഭാഗത്ത് എംബ്രോയ്ഡറി ഒന്നും വരാൻ പാടില്ല. പിന്നെ ഞാനിവിടെ ബോഡിയിൽ എംബ്രോയ്ഡറി കൊടുക്കുന്നില്ല, നെക്കിൻ്റെ അവിടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നാലും ഞാനതൊന്ന് വരച്ച് വെക്കുന്നുണ്ട്. ബോഡിയിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നെക്കിൻ്റെ അവിടെ 1/2 ഇഞ്ച് വീതി വിട്ടിട്ടാണ്, 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് എടുത്തത് ആദ്യം. പക്ഷേ 1/2 ഇഞ്ചിൽ കൊടുക്കാൻ തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീട് ഞാനത് 1 ഇഞ്ചിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈൻ. ഇപ്പോൾ സ്ലീവിൽ കൊടുത്ത അതേ ഡിസൈൻ തന്നെ വേണമെങ്കിൽ നെക്കിലും കൊടുക്കാം. ഞാൻ പക്ഷേ വേറൊരു ഡിസൈനാണ് കൊടുത്തത്. അതും ഒരു സിമ്പിൾ ഡിസൈൻ തന്നെ. ഭയങ്കര അങ്ങ് സിമ്പിളായി പോയോ എന്ന് ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് കാണുമ്പം. അപ്പോൾ അതാണ്ട് കണ്ടില്ലേ, ഭയങ്കര ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട പോലും കാര്യമില്ല, എന്നാലും പറഞ്ഞുതരാം. ആദ്യം ഒരു ഷുഗർ ബീഡ് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നടുക്ക് കുറച്ചുകൂടെ വലിയൊരു ബീഡ് ഉപയോഗിക്കാം, ചുറ്റിനും ഷുഗർ ബീഡ് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പം നടുക്ക് ഞാനൊരു ഷുഗർ ബീഡ് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റിനുമായിട്ട് വീണ്ടും ഒരു 8 എണ്ണം ഷുഗർ ബീഡ് എടുത്തിട്ട് റൗണ്ടിന് വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക. അതാണ് മെയിൻ പരിപാടി. ഇതിനകത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എന്നിട്ട് അതൊന്ന് താഴെ നിന്ന് കെട്ടിട്ട് കൊടുക്കുക.
ഷുഗർ ബീഡ് കുത്തിയെടുക്കുമ്പോൾ നമ്മൾ വട്ടത്തിൽ കൊടുക്കുന്ന ആ ഷുഗർ ബീഡ് ആദ്യം കൊടുത്ത ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി പുറത്തേക്ക് താഴേക്ക് എടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, വളരെ സിമ്പിളാണ്, പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം ദൈവം സഹായിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു ആരി വർക്ക് ഇതുപോലെ ബ്ലൗസ് മെറ്റീരിയലിൽ ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം. അതിനുള്ള ചെറിയ സീരീസ് ആയിട്ടുള്ള ഷോർട്സ് വീഡിയോകൾ ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുക, കൂടെ കൂടിക്കോ. നമുക്ക് പഠിപ്പിക്കുന്ന ക്ലാസ് ഒന്നുമല്ല, എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ ഉള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതല്ലാതെ അതൊരു ക്ലാസ്സായിട്ടല്ല ഞാൻ ചെയ്തേക്കുന്നത്. ക്ലാസ്സായിട്ട് ഒരുപാടുണ്ട് യൂട്യൂബ് ചാനലിൽ. നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് ചാനലുകളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടാണെങ്കിൽ. ഇത് നമുക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട്, ഒരു ഡെയിലി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുക. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒന്ന് പോയി കാണണേ. എന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര പേര് ചെയ്ത് തുടങ്ങി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നേരത്തെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. ഷുഗർ ബീഡ് ഒന്ന് ചെറുതായിട്ടൊരു പൂ പോലെ വട്ടത്തിൽ ഒന്ന് ചുറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട്. സ്ലീവ് ഡിസൈനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാലും ഒന്നിടവിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് പാറ്റേൺ കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. ഫ്രണ്ടിൽ ഞാൻ വേറെ ഡിസൈൻ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് ഇതിനകത്ത് കാണിക്കാത്ത. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പഫ് സ്ലീവ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയുക. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്. ആരി വർക്കിൻ്റെ ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.